ലേ കോർബേസിയറിൻ്റെ നേതൃത്വത്തിൽ ചണ്ഡീഗഡ് നഗരം പ്ലാൻ ചെയ്ത് നിർമ്മിച്ചതു മുതൽ പ്ലാനിങ്ങിൻ്റെ സാധ്യതകളെ നമ്മൾ ഇന്ത്യയിൽ കണ്ടു തുടങ്ങി. കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഹാരപ്പയിലും മോഹൻജദാരോയിലുമൊക്കെ ഗ്രിഡ് സിസ്റ്റത്തിൽ നഗരങ്ങൾ ആസൂത്രണം ചെയ്ത് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്ന ആസൂത്രണത്തിൻ്റെ വലിയൊരു ലോകം. പ്ലാനിംഗ് എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പഠന തൊഴിൽ മേഖലയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ലോകമെമ്പാടും പ്ലാനിങ്ങിന് വളരെയധികം പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് ഓരോ നഗരത്തിനും അനുസരിച്ച് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു നഗരാസൂത്രണ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്, ടൗൺ പ്ലാനിംഗ് ഓഫീസുകൾ തുറന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്ലാനിംഗ് പ്രോസസ്സുകളിലേക്ക് നഗരവൽകൃതമായിട്ടുള്ളൊരു ലോകം വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും നഗരങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു, നഗരങ്ങളുടെ വിസ്തൃതി കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ പുതിയ പുതിയ കെട്ടിടങ്ങൾ, അതോടൊപ്പം തന്നെ പാർക്കുകൾ, യാത്രാ സംവിധാനങ്ങൾ, പൊതുജനങ്ങൾക്കുള്ള പലതരത്തിലുള്ള ഗതാഗത സംവിധാനങ്ങളും ഒക്കെ വളരുന്നതിനനുസരിച്ച് തന്നെ അവർക്ക് വിനോദത്തിനും വിജ്ഞാനത്തിനുമുള്ള സാധ്യതകൾ ഒരുക്കപ്പെടേണ്ടതുമായിട്ടുമുണ്ട്. പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഭൂപ്രദേശങ്ങളെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഉപയോഗിക്കാനും കഴിയണം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള പൊല്യൂഷൻസ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് ഒരു നഗരത്തെ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു വലിയ റെസ്പോൺസിബിലിറ്റി വഹിക്കുന്നത് നഗരാസൂത്രകരാണ്. അതോടൊപ്പം തന്നെ ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള സംവിധാനം, ഫയർ ആൻഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം ഘടകങ്ങളാണ്. അപ്പോൾ ഒരു കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പലപ്പോഴും ആ സ്ഥലത്തുള്ള കെട്ടിടങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, റൂംസ് എങ്ങനെയാണ്, വാതിൽ എവിടെയാണെന്നൊക്കെ കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം നമ്മുടെ അതോറിറ്റീസിന്. ആ അറിവ് കിട്ടണമെങ്കിൽ നഗരം ആസൂത്രണം ചെയ്യപ്പെടുക തന്നെ വേണം. കെട്ടിടം നിർമ്മിക്കുന്നവർ അതിന് അനുവാദം വാങ്ങിയിരിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായാൽ അതിൽ നിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് ആൾക്കാരെ രക്ഷിച്ചെടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതെല്ലാം ഘടകങ്ങളാണ്. ഒരു നഗരം വർദ്ധിക്കുന്നതിനനുസരിച്ച് അനുബന്ധമായി ഉണ്ടാകുന്ന അനവധി പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന് ചിതറിക്കിടക്കുന്ന കെട്ടിടങ്ങൾ, ചേരികൾ, അതേപോലെ തന്നെ തെരുവുകുട്ടികൾ, പഠിക്കാൻ കഴിയാതെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ഭിക്ഷ യാചിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങളും നഗരങ്ങൾ എപ്പോഴും ഫേസ് ചെയ്യാറുണ്ട്. ഗ്രാമങ്ങളിൽ അത് അത്ര ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനും അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാനും കഴിയുന്ന ഒരു പഠന മേഖലയാണ് പ്ലാനിംഗ്. പ്ലാനിങ്ങിൽ നമുക്ക് ഡിഗ്രി പ്രോഗ്രാമുകൾ ഉണ്ട്, അത് NIT പോലുള്ള സ്ഥാപനങ്ങളിലുണ്ട്. അതുകൂടാതെ NID പോലുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. അപ്പോൾ അതിന് ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷനിലൂടെ നമുക്ക് അഡ്മിഷന് +2 കഴിഞ്ഞ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കവിടെ പ്രധാനമായിട്ടും കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യേണ്ട സാധാരണ ടോപ്പിക്കുകൾക്കൊപ്പം തന്നെ അവർ എഴുതുന്ന പരീക്ഷകളിലെ പ്രധാനമായിട്ട് വരുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാനിംഗ് ആപ്റ്റിറ്റ്യൂഡാണ്. പ്ലാനിങ്ങിലുള്ള ഈ കുട്ടിയുടെ അഭിരുചി എന്തൊക്കെയാണ് എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ ഇവർ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്തരത്തിൽ അറ്റൻഡ് ചെയ്യേണ്ട ചോദ്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒരു ഘടകം. ആർക്കിടെക്ചർ എഴുതുന്ന കുട്ടികൾക്ക് ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ പ്ലാനിങ് എഴുതുന്ന കുട്ടി, ഒറ്റ പരീക്ഷ തന്നെയാണ് ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ, അതിനകത്ത് ആഡ് ഓൺ ചെയ്തു വരുന്ന ഒരു പാർട്ടാണ് പ്ലാനിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ പ്ലാനിങ് ആപ്റ്റിറ്റ്യൂഡിന് പഠിച്ച് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ആ പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ വന്ന് പ്രീമിയമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ അവസരമുണ്ട്, അതല്ലെങ്കിൽ അതല്ലാതുള്ള നിരവധി അവസരങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ മാർക്കിനെ ബേസ് ചെയ്ത് അഡ്മിഷൻ കിട്ടുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. എപ്പോഴും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിക്കുന്നതിനായിരിക്കണം കുട്ടികൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ക്വാളിറ്റി വളരെ വ്യത്യസ്തമാണ്. അവിടെ പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ട ടൗൺ പ്ലാനിംഗ് ഓഫീസർ പോലെയുള്ള പോസ്റ്റുകളിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ലോകം മുന്നോട്ട് പോകുന്നത്. ആ സുസ്ഥിരമായ വികസനത്തിൽ എല്ലാവരെയും ഇൻക്ലൂസീവാക്കി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകുന്ന ആ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ ഭാരത്മാല പോലെയുള്ള, അതുപോലെ തന്നെ അമൃത് പദ്ധതി പോലെയുള്ള, സ്മാർട്ട് സിറ്റി പോലെയുള്ള സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ, ആ പ്രവർത്തനങ്ങളെ പ്രോപ്പറായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഈ ഉദ്യോഗസ്ഥരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവരുടെ പോരായ്മകളാണ് അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാവുക. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച പ്ലാനേഴ്സിന് നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. പ്ലാനിംഗ് കമ്മീഷനും അതിനുശേഷം വന്നിട്ടുള്ള നിതി ആയോഗുമൊക്കെ ഇത്തരത്തിലുള്ള രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും അത് എക്കണോമിക് പ്ലാനിംഗ് ഉണ്ട്,
അതേപോലെ തന്നെ നമ്മുടെ റിസോഴ്സസിനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ കെട്ടിടങ്ങളും റോഡുകളും നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഭൂമിശാസ്ത്രപരമായൊരു പ്ലാനിങ്, നമ്മുടെ ഭൂമിയെ എത്രമാത്രം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലേക്ക് അതിനെ എങ്ങനെ യൂസ് ചെയ്യാം, വെറ്റ്ലാൻഡ്സ് ഉണ്ടാകാം, അതിനെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, പ്രൊട്ടക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ വെറുതെ കിടക്കുന്ന ഭൂമിയെ കാർഷിക മേഖലയിലും കൺസ്ട്രക്ഷൻ മേഖലയിലും ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള മേഖലകളിലേക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. ചില ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡസ്ട്രിയൽ സോൺ എന്ന് തിരിച്ചിട്ടുണ്ടാവും. ആ ഇൻഡസ്ട്രിയൽ സോൺ എന്ന് നമ്മൾ തിരിച്ചു വച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇൻഡസ്ട്രിക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ട ക്രൈസിസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എല്ലാം അവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ അടക്കമുള്ള സംവിധാനങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കപ്പെട്ടിട്ടുണ്ടാകാം. അവിടേക്കുള്ള റോഡ് ഫെസിലിറ്റി അല്ലെങ്കിൽ റെയിൽ ഫെസിലിറ്റി, അതുമല്ല എങ്കിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് അവിടേക്ക് ഒരുക്കപ്പെട്ടിട്ടുണ്ടാകും. ഇൻഡസ്ട്രീസിന് വേണ്ട സംവിധാനങ്ങൾ അല്ല പലപ്പോഴും റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് വേണ്ടി വരിക. ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ചുറ്റിലും ചിലപ്പോൾ പൊല്യൂഷൻ ധാരാളം ഉണ്ടാകാം. ആ പൊല്യൂഷൻ മറികടക്കുന്നതിന് വേണ്ട വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടുള്ളൊരു ഗ്രീൻ ബെൽറ്റ് അവിടെ സ്ഥാപിക്കപ്പെടേണ്ടി വരാം. ഇതെല്ലാം പ്ലാനിങ്ങിൻ്റെ ഭാഗമായി വരുന്നതാണ്. അവിടെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അപകടം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഒരു ഗ്യാസ് ലീക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോക്സിക് ഗ്യാസോ മറ്റ് അമോണിയ പോലുള്ള എന്തെങ്കിലും ഒരു ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്കാണ് അഫക്റ്റ് ചെയ്യപ്പെടുക? അഫക്റ്റ് ചെയ്യപ്പെടാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് ഒരുക്കപ്പെടുക? അതിനുള്ള സാധ്യതകളെ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? ഇതെല്ലാം ഇവരുടെ പഠന ഭാഗമായിട്ട് വരുന്നതാണ്. അതോടൊപ്പം തന്നെ റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ അവിടെ ഹോസ്പിറ്റൽസ് കൂടുതൽ വേണ്ടി വരും, അവിടെ കൂടുതലായിട്ട് ഷോപ്പിംഗ് സെൻറ്റേഴ്സ് വേണ്ടി വരും, അവിടെ കൂടുതലായിട്ട് വിദ്യാലയങ്ങൾ വേണ്ടി വരും. ഒരു വലിയ കണ്ടെയ്നറിൽ വലിയ ലോഡ് കൊണ്ടുവരുന്ന തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒന്നും അവിടെ ആവശ്യമായിട്ട് വരില്ല. അവിടെ സാധാരണ കാറുകളോ അല്ലെങ്കിൽ ഒരു വീട് പണിയാനുള്ള ലോറികളോ മാത്രം യാത്ര ചെയ്താൽ മതിയാവും. അപ്പോൾ ഹെവി ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള റോഡുകളെ അവിടെ ആവശ്യമായിട്ട് വരികയുള്ളൂ. ഡ്രെയിനേജ് സിസ്റ്റം, ആ ഡ്രെയിനേജ് സിസ്റ്റം വീടുകൾക്ക് വേണ്ട ഡ്രെയിനേജ് സിസ്റ്റം ആവില്ല ഒരുപക്ഷെ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് വേണം. അപ്പോൾ അങ്ങനെ ഓരോ മേഖലകളും സെപ്പറേറ്റ് തിരിക്കുകയും ആ തിരിക്കപ്പെട്ട സാധ്യതകൾ പ്രദേശങ്ങൾക്കനുസരിച്ചിട്ടുള്ള വികസന സാധ്യതകളെയും അവർക്ക് വേണ്ട സർവീസുകളെയും പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ പ്ലാൻ ചെയ്തൊരു സിറ്റിയെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോവുക, റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, വേസ്റ്റേജ് മാക്സിമം കുറയ്ക്കുക, പൊല്യൂഷൻ കുറയ്ക്കുക. അങ്ങനെ ഒരു സുസ്ഥിര വികസനം എന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന സർക്കാരിൻ്റെ വലിയ സ്വപ്നങ്ങളെ ആശയങ്ങളെ പ്രാവർത്തികമാക്കുക എന്ന വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് യഥാർത്ഥത്തിൽ പ്ലാനിംഗ് അതോറിറ്റി നിർവഹിക്കുക. അത് നമ്മൾ സർക്കാർ മേഖലയിൽ വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകും. അതേസമയം ഇത് സ്വകാര്യ മേഖലയിൽ വരുമ്പോൾ അവിടെയും ഉണ്ടാകും. പ്ലാനിംഗ് അതോറിറ്റീസ് ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു യൂണിവേഴ്സിറ്റി, ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നു. ആ യൂണിവേഴ്സിറ്റിയിലും പ്ലാനിംഗ് അതോറിറ്റിയുടെ പ്ലാനിംഗ് ഉദ്യോഗസ്ഥരുടെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഇൻഡസ്ട്രീസിൽ പ്ലാനിംഗ് ഉദ്യോഗസ്ഥരുടെ ആവശ്യമുണ്ട്. ഇൻഹൗസ് ഓഫീഷ്യൽസിൻ്റെ പ്രവർത്തന മേഖലകളും കൂടിയാണ് പ്ലാനിംഗ് എന്ന് ചുരുക്കം. വാർഷികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 5% വാർഷിക വളർച്ചാ നിരക്ക് ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. തൊഴിലിടങ്ങളിൽ വളരെ കുറച്ച് കുട്ടികളെ ഈ മേഖലയിലേക്ക് പഠിക്കാനായിട്ട് എത്തുന്നുള്ളൂ എന്നുള്ളതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 100% പ്ലേസ്മെൻറ്റും നമുക്കിവിടെ കാണാൻ കഴിയും. കാരണം ആവശ്യത്തിന് ആൾക്കാർ എത്താത്ത അല്ലെങ്കിൽ ആൾക്കാർ അറിയാത്ത ഒരു പഠന തൊഴിൽ മേഖല കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മേഖല. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതിയിട്ട് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇനി എൻവയൺമെൻറ്റൽ പ്ലാനിംഗ് എന്നൊരു മേഖലയുണ്ട്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നാഷണലി ആൻഡ് ഇൻ്റർനാഷണലി, അതോടൊപ്പം തന്നെ വിവിധ NGOസിൽ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന അവർക്ക് സാധ്യതകൾ ഒരുക്കപ്പെടുന്ന മേഖല കൂടിയാണ് ഈ ഒരു എൻവയൺമെൻറ്റൽ പ്ലാനിംഗ് എന്ന് പറയുന്ന മേഖല. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ സാധ്യതകൾ ഏതൊരു പ്രോജക്റ്റ് വരുമ്പോഴും ഏതൊരു രാജ്യത്തിനും ഏതൊരു സ്ഥാപനത്തിനും അൾട്ടിമേറ്റായിട്ട് ഫോക്കസ് ചെയ്യപ്പെടാൻ കഴിയേണ്ട ഒരു മേഖലയാണ് പ്ലാനിങ്. അപ്പോൾ ഈ പ്ലാനിങ് എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പേപ്പറിൽ വരച്ചു കുറിച്ച് പോകുന്ന പ്ലാനിങ് പ്രോസസ്സിനപ്പുറത്തേക്ക് ഇന്ന്
എല്ലാ മേഖലയിലും എന്നതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് പ്ലാനിംഗ് മേഖലകളിലും ഗ്ലോബൽ ഇൻഫർമേഷൻ സിസ്റ്റവും അതേപോലെ തന്നെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റവും മറ്റു തരത്തിലുള്ള കാഡ് അടക്കമുള്ള സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു പ്രോപ്പർ പ്ലാനിംഗ് പ്രോസസ്സിൽ ഇത്തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായവും കൂടെ നമ്മൾ തേടി പോകുന്നത് കൊണ്ട് തന്നെ പ്ലാനിംഗ് പ്രോസസ്സിൽ പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ടെക്നോളജിക്കലി കുറേ കൂടെ അഡ്വാൻസ്ഡ് ആവേണ്ടതും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഒപ്പം തന്നെ മാറി മാറി വരുന്ന സാധ്യതകൾക്കനുസരിച്ച് ടെക്നോളജിയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോവുകയും ലോകത്തിൻ്റെ സുസ്ഥിര വികസനത്തിൽ എല്ലാവർക്കും എല്ലാ റിസോഴ്സസും മാക്സിമം ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്ലാനിംഗ് പ്രോസസ്സിനെ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ റോള് വഹിക്കാൻ കഴിയുന്ന പ്ലാനിംഗ് എന്ന പഠന മേഖല സ്വാഭാവികമായിട്ടും മികച്ച കുട്ടികൾക്ക് അവസരങ്ങളുടെ വലിയൊരു ലോകം തന്നെയാണ് ഒരുക്കുന്നത്.